എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവഴിയിലേക്ക് സ്വാഗതം. +2 സ്കൂൾ ട്രാൻസ്ഫർ ഇപ്പോൾ അപേക്ഷിക്കാൻ നമ്മൾ നേരത്തെ ഈ വാർത്ത വന്നത് നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചിരുന്നു. പല വിദ്യാർത്ഥികളിലേക്കും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം? ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15 വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 സ്കൂൾ ട്രാൻസ്ഫർ 2025 ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഒരു മാസം മുമ്പേ അപേക്ഷ തുടങ്ങിയതാണ്. നമ്മളത് ഡേറ്റ് കൃത്യമായി വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നു. ജൂൺ 15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുക. ആർക്കൊക്കെയാണ് അപേക്ഷിക്കുന്നത്? +2 പ്രവേശനം നേടിയ റെഗുലറായിട്ട് പഠിക്കുന്ന ഇപ്പോൾ +2 കടക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ഈ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് ആണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ അതേ കോമ്പിനേഷനുള്ള സ്കൂളുകളിലേക്ക് മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കപ്പെടുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഉള്ളൊരു സ്കൂളിൽ അവിടുത്തെ കോമ്പിനേഷൻ ജിയോളജിയാണ്. മറ്റൊരു സ്കൂളിൽ ജോഗ്രാഫിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ജോഗ്രാഫി ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനുള്ള സ്കൂളിലേക്ക് ആ പ്രിയ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഹ്യൂമാനിറ്റീസ് ജിയോളജി കോമ്പിനേഷൻ +1 പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ജിയോളജി കോമ്പിനേഷനിലേക്ക് മാത്രമേ മാറാൻ സാധിക്കുള്ളൂ. കോഴ്സ് മാറാൻ പറ്റില്ല, കോളേജ് മാറാം, ബട്ട് കോമ്പിനേഷൻ മാറിക്കൂടാ. അത് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക്, ഹ്യൂമാനിറ്റീസ് ജിയോളജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റൊരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ജിയോളജിയിലേക്ക് പോവാം. മറ്റൊരു സ്കൂളിൽ കോമ്പിനേഷൻ വേറെയാണെങ്കിൽ പോകാൻ സാധിക്കില്ല. എങ്ങനെയാണ് അപേക്ഷിക്കുക? അപേക്ഷിക്കാൻ നിങ്ങൾ ഏത് സ്കൂളിലേക്കാണോ നിങ്ങളിപ്പോൾ ഹ്യൂമാനിറ്റീസ് ജിയോളജി പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലേക്ക്, ഏത് സ്കൂളിലേക്കാണോ പോകുന്നത് ആ സ്കൂളിൽ ജിയോളജി തന്നെയാണെങ്കിൽ, ഹ്യൂമാനിറ്റീസിൻ്റെ കോമ്പിനേഷൻ ജിയോളജി തന്നെയാണെങ്കിൽ ആ സ്കൂളിൽ ജിയോളജിയാണ്, ആ സ്കൂളിൽ വേക്കൻസി ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നിങ്ങളുടെ നിലവിൽ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾക്ക് അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അവരെന്ത് ചെയ്യും? അടുത്ത സ്കൂളിലെ പ്രിൻസിപ്പാൾക്ക് അത് കൈമാറുകയും ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. തൽക്കാലം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി അനുസരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് കരീർ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ്.